Hi dears, welcome to Study Chips. Class 7 Maths Chapter 13% ശതമാനം. പേജ് നമ്പർ 190 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പെർസെൻറ്റ് ശതമാനത്തെ ഫ്രാക്ഷനാക്കി ഭിന്നരൂപമാക്കി മാറ്റാൻ എന്താണ് ചെയ്തത്? 1/100 ആണ് ചെയ്തത് അല്ലേ? അത് നമ്മൾ ഈ മിശ്ര ഭിന്നത്തെ ആദ്യം ഭിന്നരൂപമാക്കിയിട്ട് അതിൻ്റെ ഫ്രാക്ഷൻ കണ്ടു അല്ലേ? ഓക്കെ, നമ്മൾ പേഴ്സൻറ്റിനെ പെർസെൻറ്റേജ് ശതമാനത്തെ ഫ്രാക്ഷനാക്കി മാറ്റാൻ ഒരു ഫ്രാക്ഷൻ ആക്കിയില്ലേ, ഈ പെർസെൻറ്റ് ഒഴിവാക്കാൻ നമ്മൾ എന്താണ് ചെയ്തത്? ഇൻറ്റു 1/100 അല്ലേ? ഈ നമ്പറിനെ 1/2നെ 1/100 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കൊരു ഫ്രാക്ഷൻ ഒരു ഭിന്നരൂപം കിട്ടി. ഇനി ഈ ഭിന്നരൂപത്തെ നേരെ തിരിച്ച് നമ്മൾ എങ്ങനെ ശതമാനത്തിലേക്ക് മാറ്റും അല്ലേ? ഈ ഫ്രാക്ഷനെ തിരിച്ചിട്ട് പേഴ്സൻറ്റിലേക്ക് ആക്കാം അല്ലേ? നേരെ ഓപ്പോസിറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പേജിൽ പഠിച്ചത് മുഴുവൻ പേഴ്സൻറ്റിനെ ഫ്രാക്ഷനാക്കി മാറ്റാനാണ് അല്ലേ? ഒരു ശതമാനത്തെ ഭിന്നരൂപമാക്കി മാറ്റി. ഇനി ഈ ഭിന്നരൂപത്തെ നേരെ തിരിച്ച് ശതമാനമാക്കി മാറ്റാൻ നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക അല്ലേ? അപ്പോൾ ഈ ഭിന്നരൂപത്തെ നമുക്ക് പേഴ്സൻ്റ് ആക്കി ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് പേജിലുള്ളത്. നമ്മൾ ഇൻറ്റു 100 ചെയ്യുക അല്ലേ? പേഴ്സൻറ്റേജ് ശതമാനത്തെ ഫ്രാക്ഷനാക്കി ഭിന്നരൂപമാക്കി മാറ്റാൻ ഇൻറ്റു 1/100 ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്തത്. ഇനി നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യനൊക്കെ എന്താണ്? ഭിന്നരൂപത്തെ പേഴ്സൻറ്റേജിലേക്കല്ലേ, ഫ്രാക്ഷനെ പേഴ്സൻറ്റിലേക്കാക്കാൻ അല്ലേ, ശതമാനത്തിലേക്കാക്കാനാണല്ലേ, നേരെ ഓപ്പോസിറ്റ് ചെയ്യാൻ ഇൻറ്റു 100 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ഇനി നെക്സ്റ്റ് പ്രോബ്ലംസ് എല്ലാം ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത്. അതായത് ഫ്രാക്ഷനെ നമുക്കൊരു പേഴ്സൻറ്റേജ് ഫോമിലേക്ക് മാറ്റണം അല്ലേ? ഭിന്നരൂപത്തെ ശതമാനമാക്കി മാറ്റാനാണ് ഇനി ചെയ്യാൻ പോകുന്നത്. 190 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സ്കൂൾ ദർ ആർ 750 സ്റ്റുഡൻസ് ആൻഡ് 450 ഓഫ് ദം ആർ ഗേൾസ് അല്ലേ? ഒരു സ്കൂളിൽ 750 കുട്ടികളുണ്ട്, അതിൽ 450 എന്താണ്? ഗേൾസ് ആണല്ലേ? 450 ഓഫ് ദം ആർ ഗേൾസ് അല്ലേ? പെൺകുട്ടികളാണ്. ടോട്ടൽ സ്റ്റുഡൻസ് ആകെ കുട്ടികളുടെ എണ്ണം 750 ആണ്, അതിൽ 450 പെൺകുട്ടികളാണുള്ളത്. വാട്ട് ഈസ് ദി പെർസെൻറ്റ് ഓഫ് ഗേൾസ് സ്റ്റുഡൻസ് അല്ലേ? പെൺകുട്ടികളുടെ പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചത്. 750 കുട്ടികളുള്ള ഒരു സ്കൂളിൽ 450 പെൺകുട്ടികളുണ്ട്. ആകെ കുട്ടികളുടെ എത്ര ശതമാനമാണ് പെൺകുട്ടികൾ അല്ലേ? ആകെ കുട്ടികളുടെ എത്ര ശതമാനമാണ് പെൺകുട്ടികൾ, എത്ര പെർസെൻ്റ് ആണ് എന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ ഗേൾസ് സ്റ്റുഡൻസിൻ്റെ പെർസെൻറ്റേജ് ആണ്, ശതമാനമാണ് നമ്മൾ കാണേണ്ടത് അല്ലേ? പെൺകുട്ടികൾ എത്ര ശതമാനമുണ്ട്? ആകെ കുട്ടികൾ 750ൽ 450 പെൺകുട്ടികളാണ്. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇതെന്താണ്? ഒരു ഫ്രാക്ഷൻ അല്ലേ? 750 കുട്ടികളിലെ അതിൻ്റെ ഫ്രാക്ഷനെ നമ്മൾ പെർസെൻ്റ് ഇല്ലേ, പെർസെൻ്റ് ആക്കി മാറ്റാൻ, ശതമാനമാക്കി മാറ്റാൻ എന്താ ചെയ്യുന്നത്? ഇൻറ്റു 100 ചെയ്യുകയാണ് വേണ്ടത്. പെർസെൻറ്റ് ഓഫ് ഗേൾസ് സ്റ്റുഡൻസ് ഇല്ലേ, പെൺകുട്ടികളുടെ ശതമാനമാണ് കാണേണ്ടത്. ശതമാനം കാണാൻ നമ്മൾ എന്താണ്? നമ്പർ ഓഫ് ഗേൾസിൽ എത്ര കുട്ടികളുണ്ട്, പെൺകുട്ടികളുടെ എണ്ണം ബൈ ടോട്ടൽ സ്റ്റുഡൻസിൽ ആകെ കുട്ടികളുടെ എണ്ണത്തിൽ നിന്ന് എത്ര പെൺകുട്ടികളുണ്ട് അല്ലേ? അതെന്താണ്? ഒരു ഫ്രാക്ഷനാണ്, ഒരു ഭിന്നരൂപമാണ് അല്ലേ? ഇതിൻ്റെ പെർസെൻറ്റ് കാണാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ശതമാനമാണ് ചോദിച്ചത്. അപ്പോൾ ഇൻറ്റു 100 ചെയ്യണം അല്ലേ? അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ പോലെ നമുക്ക് ചെയ്യാം അല്ലേ? ആകെ എത്ര കുട്ടികളുണ്ട് അത് താഴേത് അല്ലേ? ടോട്ടൽ സ്റ്റുഡൻസിലെ ആകെ എന്താണല്ലേ? ടോട്ടൽ ആയിട്ടുള്ള എണ്ണം താഴേക. ഇവിടെ പെൺകുട്ടികളുടെ എണ്ണമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് മുകളിലില്ലേ, എത്ര പെൺകുട്ടികളാണുള്ളത്? 450 അല്ലേ? ബൈ ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? 750 അല്ലേ? ഇൻറ്റു 100 അല്ലേ? നമ്മുടെ ഫ്രാക്ഷൻ ഭിന്നരൂപത്തിനെ നമുക്ക് പെർസെൻറ്റേജ് ഇല്ലേ, ശതമാനം കാണാനാണ് ചോദിച്ചത്. ശതമാനം കാണാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇൻറ്റു 100 അല്ലേ? നേരെ തിരിച്ചാണെങ്കിൽ ഇൻറ്റു 1/100 ആണ് ചെയ്യേണ്ടത്. ഇത് പെർസെൻറ്റേജ് ശതമാനം കാണാനായതുകൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റു 100 ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്പർ ഓഫ് ഗേൾസ് 450 ആണ്. ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉള്ളത്? 750ൽ 450 സ്റ്റുഡൻസ് ആണ് ഗേൾസ് ഉള്ളത്. അതിൻ്റെ ശതമാനമാണ് കാണേണ്ടത്. പെർസെൻറ്റേജ് കാണാൻ ഇൻറ്റു 100 ചെയ്യുക. മുകളിൽ നിന്ന് ഒരു 0യും താഴെ നിന്ന് ഒരു 0യും കട്ട് ചെയ്യാം. ദെൻ താഴെ 0 ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 450 ഇൻറ്റു 10 എത്രയാണ് അല്ലേ? 0ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. 450 ഇൻറ്റു 1 450, പിന്നെ ഒരു 0 അല്ലേ ഉള്ളത് അല്ലേ? 450 ഒരു 0. അപ്പോൾ 4500 ഡിവൈഡഡ് ബൈ എത്ര? താഴെ 75 ആണുള്ളത് അല്ലേ? ഒരു 0 നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇത് ഹരിച്ച് നോക്കിയാൽ നമുക്ക് പെർസെൻറ്റേജ് കിട്ടി, ശതമാനം കിട്ടി. ഇത് 4500 ഡിവൈഡഡ് ബൈ 75 ഇത് നമ്മൾ ഹരിച്ച് നോക്കണം അല്ലേ? ഡിവൈഡ് ചെയ്ത് നോക്കാൻ 45ൽ 75 ഉണ്ടോ? ഇല്ല അല്ലേ? 45 ചെറിയ സംഖ്യയാണ്. അപ്പോൾ 450ൽ എത്ര 75 ഉണ്ട് നോക്കണം അല്ലേ? 75 ഇൻറ്റു 5 എടുത്ത് നോക്കുക, കിട്ടുന്നില്ലെങ്കിൽ 75 6 അല്ലേ? 6 തവണ കൂട്ടി നോക്കുക. 6 തവണ കൂട്ടി നോക്കുമ്പോൾ 450 കിട്ടുന്നുണ്ടോ അല്ലേ? 75 ഇൻറ്റു 6 ചെയ്ത് നോക്കുക അല്ലേ? 5 25 6 5 30 0 ശിഷ്ടം ബാലൻസ് 3 അല്ലേ? 6 42 ബാലൻസ് 3 കൂടി കൂട്ടുമ്പോൾ 42 43 44 45 അല്ലേ? 45 എന്ന് കിട്ടി അല്ലേ? 450 450ൽ എത്ര 25 ഉണ്ട്? അപ്പോൾ 6 75കൾ കൂട്ടുമ്പോൾ അല്ലേ, ഗുണിക്കുമ്പോൾ 6 ഇൻറ്റു 75 ആണ് 450. അപ്പോൾ 6 ടൈംസ് 75 ഉണ്ട് അല്ലേ? 675 എന്താണ്? 450 ആണ്. 450 മൈനസ് 450 0. അപ്പോൾ 450 0, പിന്നെ എന്താണ്? ഒരു 0 കൂടി ഉണ്ട് അല്ലേ? ആ 0 നമുക്ക് മുകളിൽ എഴുതാം അല്ലേ? അപ്പോൾ 60 75 4500 അല്ലേ? 450ലാണ് നമ്മൾ നോക്കിയത്. ഇവിടെ 4500 ആണുള്ളത് അല്ലേ? 4500ൽ എത്ര 25 ഉണ്ട്? അപ്പോൾ 60 75 ഉണ്ടല്ലേ? അപ്പോൾ 60 എന്ന് കിട്ടി. നമുക്ക് എന്ത് ചെയ്താം? 60% എന്ന് കിട്ടിയില്ലേ? പെർസെൻറ്റേജ് ആണ് നമ്മളിവിടെ കണ്ടത് അല്ലേ? ശതമാനമാണ് കണ്ടത്. 60% എന്ന് കിട്ടി. ശതമാനം കാണാൻ ഇൻറ്റു 100 ചെയ്തപ്പോൾ നമുക്ക് 60 കിട്ടി. അതായത് 60% അല്ലേ? 60%. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഹു ഏൺസ് 30,000 റുപ്പീസ് എ മന്ത് സ്പെൻഡ്സ് 8,000 റുപ്പീസ് ഓൺ ഫുഡ് അല്ലേ? 30,000 രൂപ ഒരു മാസം ഏൺ ചെയ്യുന്നല്ലേ, അതായത് ശമ്പളം വാങ്ങുന്ന ഒരാൾ 8,000 രൂപ ഫുഡിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. വാട്ട് പെർസെൻറ്റ് ഓഫ് ദി ഏണിങ്സ് ഈസ് ദിസ് അല്ലേ? ഇത് ആ ഏണിങ്സിൻ്റെ അല്ലെ, ആ കിട്ടുന്ന വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണ്, എത്ര പെർസെൻ്റ് ആണെന്നാണ് ചോദിച്ചത് അല്ലേ? 30,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ, 30,000 രൂപ ഏൺ ചെയ്യുന്നത്, ശമ്പളം കിട്ടുന്ന ഒരാൾ
8,000 രൂപ ഭക്ഷണത്തിനായി ചെലവാക്കുന്നു. ഇത് ശമ്പളത്തിൻ്റെ എത്ര ശതമാനമാണ്? ഈ ശമ്പളത്തിൻ്റെ ഏർണിങ്സിൻ്റെ എത്ര ശതമാനമാണ്, പെർസെൻറ്റേജ് ആണെന്നാണ് ചോദിച്ചത്. ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ മലയാളം മീനിങ്ങും പിന്നെ മലയാളത്തിൽ എന്താണ് അതിൻ്റെ ക്വസ്റ്റ്യൻ താഴെ കൊടുക്കുന്നുമുണ്ട്. താഴെ എന്താണ് ഫുള്ള് മലയാളം മീഡിയം എന്ന് കാണാറുണ്ടല്ലേ. മലയാളം എല്ലാം ഇതുവരെ ചെയ്തതൊക്കെ ഇങ്ങനെ തന്നെയാണ്. എന്താണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പെർസെൻറ്റേജ് കാണാനാണല്ലേ, ശതമാനം കാണാനാണ്. അപ്പോൾ നമ്മളൊരു ഫ്രാക്ഷൻ്റെ ശതമാനം കാണാൻ ഇൻറ്റു 100 ചെയ്യുക. ഇതൊരു ഫ്രാക്ഷനായി കിട്ടില്ലല്ലേ. ആകെ അയാളുടെ പൈസ 30,000, അത് താഴെ എഴുതുക അല്ലേ. 8,000 രൂപയാണ് ഫുഡിന് വേണ്ടി ചെലവഴിക്കുന്നത്. അപ്പോൾ 8,000 ബൈ 30,000 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടി. സിമ്പിളായിട്ട് കിട്ടി. അത് ചെയ്യാമല്ലേ, ഹരിക്കാൻ അറിയുന്നവർക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടി. അത്രയേ ഉള്ളൂ ചെയ്യാനുള്ളത്. പെർസെൻറ്റ് ഓഫ് എമൗണ്ട് സ്പെൻഡ് ഓൺ ഫുഡിലെ ഭക്ഷണത്തിന് വേണ്ടി ചിലവഴിച്ച തുകയുടെ പെർസെൻറ്റേജ് ശതമാനമാണ് കാണേണ്ടത്. എത്രയാണ്? 8,000 അല്ലേ. 8,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര? 30,000 അല്ലേ. 30,000 അല്ലേ. 30,000 ആകെയുള്ള തുക. അതിൽ 8,000 രൂപയാണ് ഒരാൾ ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കുന്നത്. ചിലവാക്കുന്നത് മുകളിൽ ആകെ തുക താഴെ എത്തുക അല്ലേ. അതിൻ്റെ എന്താണ് പെർസെൻറ്റേജ് ശതമാനം കാണാൻ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇൻറ്റു 100 ചെയ്യുക. മുകളിൽ നിന്ന് ഒരു 0 താഴ്ന്നു, ഒരു 0 മുകളിൽ നിന്ന്, ഒരു 0 താഴ്ത്തുന്നു. വീണ്ടും മുകളിൽ ഒരു 0 ഉണ്ട്, താഴെ ഒരു 0, മുകളിൽ ഒരു 0, താഴെ ഒരു 0. മുകളിൽ താഴെയുള്ള അത്ര സീറോസ് നമുക്ക് മുകളിൽ നിന്ന് ക്യാൻസൽ ചെയ്യാം. മുകളിൽ എന്തുണ്ട്? 80 ഉണ്ട്, ഡിവൈഡഡ് ബൈ താഴെ 3 ഉണ്ട് അല്ലേ. ഇവിടെ 80 ഇൻറ്റു 1 എന്താണ്? 80 തന്നെയാണ്. പിന്നെ താഴെ 3 ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ക്യാൻസൽ ചെയ്തു അല്ലേ. മുകളിലുള്ള അത്ര 0 നമ്മൾ താഴെയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 80/3 മുകളിൽ വലിയ സംഖ്യയും താഴെ ചെറിയ സംഖ്യയും ആകുമ്പോൾ നമ്മൾ എന്താണ് അതിനെ ഹരിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതണം. 80 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് നോക്കുക. 80-ൽ എത്ര 3 ഉണ്ട് അല്ലേ. ഫസ്റ്റ് 8 ഉണ്ടല്ലേ. 8-ൽ എത്ര 3 ഉണ്ട്? 8-ൽ 2 3 ഉള്ളൂ. 2 3 6 അല്ലേ. 8 6 പോയാൽ 2, പിന്നെ ഈ 0 കൂടി ഇറക്കി എഴുതുമ്പോൾ 20-ൽ എത്ര 3 ഉണ്ട്? 20-ൽ 6 3s are 18 6 3 18 അല്ലേ. നെക്സ്റ്റ് 3 എടുക്കുമ്പോൾ 20 കഴിഞ്ഞ് പോയില്ലേ. 20-ൽ എത്ര 3 ഉണ്ട് അല്ലേ. 6 3 18. 20-ന്ന് 18 മൈനസ് ചെയ്താൽ 2 അല്ലേ. നമ്മൾ ഈ കിട്ടിയ ആൻസറിന് എങ്ങനെ എഴുതും? നമുക്ക് കിട്ടിയ ഉത്തരം ആദ്യം എഴുതുക 26. താഴെ കിട്ടിയ മിച്ചം അല്ലേ അത് മുകളിൽ എഴുതുക ബൈ 3 അല്ലേ. നമ്മൾ 80/3 അല്ല, ബൈ 3 ആക്കി തന്നെ എഴുതുക. ആൻസർ ആദ്യം എഴുതുക ഉത്തരം 26. താഴെ കിട്ടുന്ന ഈ ബാലൻസ് നമ്മൾ മുകളിൽ എഴുതുക 2/3 അല്ലേ. ബൈ 3 എന്ന് എഴുതുക. 26 2/3%. 26 2/3% എന്ന് നമുക്ക് കിട്ടിയില്ലേ. പെർസെൻറ്റേജ് കാണാനാണ്. പെർസെൻറ്റേജ് കാണാൻ ഇൻറ്റു 100 ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? അതാണ് പെർസെൻറ്റേജ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. ഇഫ് എ ബൈസിക്കിൾ ബോട്ട് ഫോർ 4,500 rupees ഹാഡ് ടു ബി സോൾഡ് ഫോർ 4,000 rupees, വാട്ട് ഈസ് ദി ലോസ് പെർസെൻറ്റ്? 4,500 രൂപക്ക് വാങ്ങിയ സൈക്കിൾ 4,000 രൂപക്ക് വിൽക്കേണ്ടി വന്നാൽ നഷ്ടം എത്ര ശതമാനമാണ്? ഇവിടെ 4,000 രൂപക്കാണ് വിൽക്കുന്നതില്ലേ. 4,500 രൂപക്ക് വാങ്ങിയ സൈക്കിളാണ്. നമ്മളൊരു സൈക്കിൾ വാങ്ങി വിൽക്കുമ്പോൾ അതേ വിലക്ക് നമുക്ക് വിൽക്കാമല്ലോ. വിൽക്കുമ്പോൾ നമുക്ക് നഷ്ടം സംഭവിക്കില്ലേ, ലോസ് സംഭവിക്കും. ആ ലോസിൻ്റെ ശതമാനം, ആ പെർസെൻ്റാണ് ചോദിച്ചത്. നമ്മൾ ഏത് വാഹനങ്ങൾ വാങ്ങുകയാണെങ്കിലും വിൽക്കുമ്പോൾ നമുക്ക് നഷ്ടം സംഭവിക്കില്ല. അതിനേക്കാൾ കുറഞ്ഞ വിലക്ക് നമുക്ക് വിൽക്കാൻ കഴിയുക അല്ലേ. അപ്പോൾ ആ നഷ്ടം, ആ ലോസിൻ്റെ പെർസെൻറ്റേജ് ശതമാനമാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ എത്രയാണ് നഷ്ടം സംഭവിച്ചത്? 4,500 രൂപേൻ്റെ സൈക്കിൾ 4,000 രൂപക്കാണ് വിറ്റത്. അപ്പോൾ 500 രൂപ ലോസിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അല്ലേ. 500 രൂപ ഇവിടെ നഷ്ടമായില്ലേ. ലോസ് നഷ്ടം എത്രയാണ്? 4,500 4,000 മൈനസ് ചെയ്താൽ 500 രൂപയാണ് നഷ്ടമില്ല. 500 rupees നഷ്ടം, ലോസ് സംഭവിച്ചിട്ടുണ്ട് അല്ലേ. 4,000 രൂപയുടെ സൈക്കിളായിരുന്നു വാങ്ങിയിരുന്നത്. അത് 4,000 രൂപക്ക് വിറ്റാൽ എത്രയാണ്? 4,500 4,000 വരെ 500 അല്ലേ. 500 രൂപയാണ് അവിടെ നഷ്ടം സംഭവിച്ചത് അല്ലേ. അപ്പോൾ ലോസ് പെർസെൻ്റ് അല്ലേ, നഷ്ടത്തിൻ്റെ ശതമാനമാണ് കാണേണ്ടത്. നഷ്ടത്തിൻ്റെ ശതമാനം കാണാനെന്നാണ് ലോസ് ആയ സംഖ്യ ബൈ ടോട്ടൽ ആയിട്ടുള്ള കോസ്റ്റിലെ എത്രയായിരുന്നു ടോട്ടൽ പ്രൈസ്, അത് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റു 100 ആണ് നമ്മൾ പെർസെൻറ്റേജ് കാണുന്നത്. ഒരു ഫ്രാക്ഷൻ അല്ലേ. ആ ഫ്രാക്ഷൻ ഒരു ഭിന്നരൂപത്തിൻ്റെ പെർസെൻറ്റേജ് ശതമാനം കാണാൻ ഇൻറ്റു 100. ലോസ് ആയത് നഷ്ടം സംഭവിച്ചത് 500 രൂപയാണ്. എത്രയെന്നാണ് ടോട്ടൽ? 4,500 ആയിരുന്നില്ലേ സൈക്കിൾ വാങ്ങിയില്ല. ടോട്ടലിന് എത്രയാണ് നഷ്ടം സംഭവിച്ചത് അത് മുകളിൽ എഴുതുക, ടോട്ടൽ പ്രൈസ് താഴെ എഴുതുക. അപ്പോൾ ഈ ഫ്രാക്ഷനെ മാറ്റാൻ, ഈ ഭിന്നരൂപത്തിനെ മാറ്റാൻ ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് മുകളിൽ 2 0 ഉണ്ട്, താഴെ 2 0 ഉണ്ട്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. മുകളിൽ 500 ഉണ്ട്, താഴെ 45 അല്ലേ. ബാക്കിയൊക്കെ നമ്മൾ വെട്ടി അല്ലേ. 500 × 1 500. 45ഉം 5ൻ്റെ മൾട്ടിപ്പിളാണ്. 500ഉം 5ൻ്റെ മൾട്ടിപ്പിളാണ്. 5ൻ്റെ മൾട്ടിപ്പിൾ 5 × 100 ആണ് 500. 5 × 9 ആണ് 45. 5 9 ആണ് 45. 5 × 100 ആണ് 500 അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. 5 × 100 ആണ് 500. താഴെ എന്താണ് അല്ലേ. 5 × 9 ആണ് 45. അപ്പോൾ നമുക്ക് 5ഉം 5ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 100/9 എന്ന് കിട്ടി. 100/9 എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലാണ് വലിയ സംഖ്യ ഉള്ളത്. അപ്പോൾ നമ്മൾ അതിനെ വീണ്ടും ഹരിക്കണം. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100/9 ചെയ്യുമ്പോൾ 10-ൽ എത്ര 9 ഉണ്ട്? ഒരു 9 9. 10-ന്ന് 9 പോയാൽ 1. പിന്നെ 0 കൂടി എടുത്ത് എഴുതുമ്പോൾ 10-ൽ എത്ര 9 ഉണ്ട്? വീണ്ടും ഒരു 9 9. ശിഷ്ടം എന്ത് വരും? 10-ന്ന് 9 പോയാൽ 1. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം അല്ലേ. മുകളിൽ ആൻസർ മുകളിൽ എഴുതുക. നമുക്ക് കിട്ടിയ ഉത്തരം ഫസ്റ്റ് എഴുതുക 11. ദെൻ താഴെ കിട്ടിയ ഈ റിമൈൻഡർ മിച്ചം നമ്മൾ മുകളിൽ എഴുതുക. ബൈ എന്താണ്? ബൈ 9 അല്ലേ നമ്മൾ ചെയ്തത്. 100/9 ആണ്. ബൈ 9 എന്ന് എഴുതുക. അപ്പോൾ ഇതാണ് നമ്മുടെ പെർസെൻറ്റേജ് ഫ്രാക്ഷൻ, ആണ് നമ്മുടെ പെർസെൻറ്റേജ് ശതമാനം അല്ലേ. ശതമാനം കാണാൻ ഇൻറ്റു 100 ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 11 1/9% ശതമാനം എന്ന് കിട്ടി. ഫോർത്ത് ക്വസ്റ്റ്യൻ. 1,600 persons വോട്ടഡ് ഇൻ ആൻ ഇലക്ഷൻ ആൻഡ് ദി വിന്നർ ഗോട്ട് 900 votes. 1,600 പേർ വോട്ട് ചെയ്ത ഒരു തിരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥാനാർത്ഥിക്ക് 900 വോട്ട് കിട്ടി. ഇത് ആകെ വോട്ടിൻ്റെ എത്ര ശതമാനമാണ്? വാട്ട് പെർസെൻറ്റ് ഓഫ് ദി ടോട്ടൽ വോട്ട് ഈസ് ദിസ്?
ടോട്ടൽ വോട്ടിൻ്റെ ആകെ വോട്ടിൻ്റെ എത്ര പെർസെൻ്റാണ്, എത്ര ശതമാനമാണ്, അതായത് ജയിച്ച ആൾക്ക് എത്രയാണ് 900 വോട്ട്സാണ് കിട്ടിയത് അല്ലേ, 900 വോട്ട്സാണ്. ആകെ എത്ര ആളുകളുണ്ട് മത്സരിച്ചത്, 1200 അല്ലേ. പെർസെൻറ്റേജ് കാണാനല്ലേ, ശതമാനത്തിലേക്ക് മാറ്റാൻ എന്താണ്, ആകെ വോട്ടുകളുടെ എണ്ണം താഴേത് 1200 അല്ലേ, അതിൽ എത്രയാണ് കിട്ടിയത്, 900 വോട്ട്സാണ്. 900/1200 അല്ലേ. അതിന് പെർസെൻറ്റേജ് കാണാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ശതമാനത്തിലേക്കാക്കാൻ ഇൻറ്റു 100. അത് വെട്ടി ചെറുതാക്കി ഹരിക്കാൻ കഴിയുന്നവർക്ക് സിമ്പിളായിട്ട് അതിൻ്റെ ആൻസർ കിട്ടി. ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. ഇത്ര ആകെ ഉള്ളത് 1600, അതിൽ 900 വോട്ടാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ മുകളിൽ ആ കിട്ടിയ വോട്ട് ആകെ ഉള്ളത് താഴേതുക, അതിൻ്റെ പെർസെൻറ്റേജ് ശതമാനം കാണാൻ ഇൻറ്റു 100. ഇവിടെ ഒരു 0, മുകളിൽ നിന്ന് ഒരു 0, താഴത്തുനിന്ന് മുകളിൽ നിന്ന് ഒരു 0, താഴത്തുനിന്ന് ഒരു 0 വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ 900 അല്ലേ, 900 എന്ന് കിട്ടി, താഴെ 16 എന്നും കിട്ടി. പകുതിയാക്കി കട്ട് ചെയ്ത് കൊണ്ടുവരാം അല്ലേ. അല്ലെങ്കിൽ 900 / 16 ചെയ്യാൻ അറിയുന്നവർക്ക് ഹരിച്ച് നോക്കുക. ഹരിക്കുമ്പോൾ കുറേ താഴോട്ട് വരും അല്ലേ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഇതിനെ വെട്ടി ചെറുതാക്കാം. ഇതിൻ്റെ പകുതി എടുക്കുക, ഇതിൻ്റെ പകുതി എടുക്കുക, പകുതി എടുത്ത് നമുക്ക് വെട്ടാം അല്ലേ, ക്യാൻസൽ ചെയ്ത് പോകാം അല്ലേ. അപ്പോൾ 900ൻ്റെ നേർപകുതി എത്രയാണ്, 450 ആണ് 900ൻ്റെ നേർപകുതി. അതുപോലെ 16ൻ്റെ നേർപകുതി എന്താണ്, 8 ആണ് അല്ലേ. വീണ്ടും നമുക്ക് ചെറുതാക്കാം അല്ലേ. 450ൻ്റെ നേർപകുതി എത്രയാണ്, 225 ആണല്ലേ. 225 225 ആണ് 450 അല്ലേ. 450ൻ്റെ പകുതി അല്ലേ. 450 കൂട്ടുമ്പോഴാണ് 900 900 കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ട് വെട്ടുക അല്ലേ. അതിൻ്റെ പകുതി എന്താണ്, ഡിവൈഡഡ്/2 ചെയ്ത് നോക്കുക, പകുതി അറിയില്ലെങ്കിൽ അല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും എന്താണ് 8ൻ്റെ പകുതി അല്ലേ. 450ൻ്റെ പകുതി 225 എടുത്തു, വീണ്ടും 8ൻ്റെ പകുതി എന്താണ് 4 അല്ലേ. നമ്മൾ വെട്ടിയില്ലേ, 2 വട്ടം ഇവിടെ വെട്ടി 225, അതേപോലെ 2 തവണ അതിൻ്റെ പകുതി എടുത്ത് 4 എന്നും കിട്ടി അല്ലേ. അപ്പോൾ മുകളിൽ വലിയ സംഖ്യയാണ്. അപ്പോൾ നമ്മൾ ഹരിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഫ്രാക്ഷൻ ആക്കി എഴുതണം. 225 എത്ര 4 ഉണ്ട്, 22 എത്ര 4 ഉണ്ട്, 5 4 20 അല്ലേ. 4 5 20 ആണ് അല്ലേ. 22 എത്ര പ്രാവശ്യം ഉള്ളത്, 5 തവണ 4 ഉണ്ട് അല്ലേ. 5 4 are 20. 22 20 പോയാൽ 2 അല്ലേ. പിന്നെ ഈ 5 താഴോട്ട് ഇറക്കി എഴുതുമ്പോൾ 25 വീണ്ടും എത്ര 4 ഉണ്ട്, 6 4 24 ആണ് അല്ലേ. ബാലൻസ് 1. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും, മുകളിലുള്ള കിട്ടിയ ഉത്തരം ആദ്യം എഴുതുക 56, താഴെയുള്ള ഈ മിച്ചം ഈ ബാലൻസ് മുകളിൽ എഴുതുക. ബൈ എത്രയാണ്, /4 അല്ലേ നമ്മൾ ചെയ്തത്, /4 എന്ന് എഴുതുക. അപ്പോൾ പെർസെൻറ്റേജ് ശതമാനം കിട്ടി 56 1/4 ശതമാനം അല്ലേ. 56 1/4% എന്ന് കിട്ടി. പെർസെൻറ്റേജ് കാണാൻ ഇൻറ്റു 100 ചെയ്യുക അല്ലേ. ഇൻറ്റു 100 ചെയ്യാൻ വെട്ടി ചെറുതാക്കാൻ കഴിയുന്നവർക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടും. 5th ക്വസ്റ്റ്യൻ, അജയൻസ് സാലറി ഈസ് 25% മോർ ദാൻ സജയൻസ് സാലറി. സജയൻ്റെ സാലറിയേക്കാൾ 25% അജയൻ്റെ സാലറി ശമ്പളം കൂടുതലാണ്. ബൈ വാട്ട് പെർസെൻറ്റ് ഓഫ് അജയൻസ് സാലറി ഈസ് സജയൻസ് സാലറി ലെസ്. അജയൻ്റെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് സജയൻ്റെ ശമ്പളം അല്ലേ, എത്ര ലെസ്സാണ് എന്നാണ് ചോദിച്ചത് അല്ലേ. ഇത്ര കൂടുതലാണെന്ന് പറഞ്ഞിട്ടില്ലേ ഫസ്റ്റ്. സജയൻ്റെ ശമ്പളത്തേക്കാൾ 25% കൂടുതലാണ് ആരുടെ, അജയൻ്റെ ശമ്പളം. അങ്ങനെയാണെങ്കിൽ അജയൻ്റെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് സജയൻ്റെ ശമ്പളം എന്നാണ് ചോദിച്ചത്. അജയൻ്റെ സാലറി എത്രയാണ്, 25% കൂടുതലാണ് സജയൻ്റെ സാലറിയിൽ നിന്നും. അതായത് 100% ആണെങ്കിൽ അതിൻ്റെ 25% കൂടുതലാണ് അല്ലേ. അപ്പോൾ 125 അല്ലേ, 100 + 25 25% കൂടുതൽ എന്ന് പറഞ്ഞാൽ 100 + 25 കൂട്ടിയാൽ 125 അല്ലേ. 125% കൂടുതലാണ് ആരുടേത്, സജയൻ സാലറി അല്ലേ. 125% ഓഫ് സജയൻ സാലറി ആണ് അജയൻ സാലറി അല്ലേ. അജയൻ സാലറി ഈക്വൽ ടു അല്ലേ, അജയൻ്റെ സാലറി എന്താണ് 25% കൂടുതലാണ് അല്ലേ, സജയൻ്റെതിൽ നിന്നും കൂടുതലാണ്, അതായത് 125% കൂടുതലാണ്. പെർസെൻറ്റേജ് കാണാൻ എന്താണ്, 125/100 ഇൻറ്റു സജയൻ സാലറി അല്ലേ ഈക്വൽ ടു 125 പെർസെൻറ്റേജ് കാണാൻ 100 അല്ലേ. എന്തിൻ്റെ, സജയൻ സാലറിയേക്കാൾ 125% കൂടുതലാണ്. 125% എന്ന് പറഞ്ഞാൽ 125/100 അല്ലേ. അപ്പോൾ അജയൻ സാലറി എന്താണ്, 125/100 ഇൻറ്റു സജയൻ സാലറി ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടേണ്ടത്, സജയൻ സാലറി ബൈ അജയൻ സാലറിയാണ്. നേരെ തിരിച്ചാണ് ചോദിച്ചത്. അജയൻ്റെ സാലറിയാണ് ക്വസ്റ്റ്യനിൽ തന്നത്, 25% കൂടുതലാണ്. ഇനി എന്താണ്, നമുക്ക് സജയൻ്റെ സാലറിയാണ് കിട്ടേണ്ടത്, അടുത്ത സെക്കൻഡുള്ള പേഴ്സൻ്റെത്. അത് എത്ര കുറവാണ് അജയൻ്റെതിൽ നിന്നും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് സജയൻ ബൈ അജയനാണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ സജയൻ ബൈ അജയൻ ഇവിടെ തന്നെ കിട്ടിയില്ലേ, സജയൻ അല്ലേ ബൈ അജയനെ ഇങ്ങോട്ട് കൊണ്ടുവരിക അല്ലേ. അപ്പോൾ എന്താ, ഡിവൈഡഡ് ബൈ ആയി അല്ലേ, ഈക്വൽ പാർട്ടിൻ്റെ ഈ സൈഡിലേക്ക് കൊണ്ടുവരിക അല്ലേ. അപ്പോൾ സജയൻ ബൈ അജയൻ കിട്ടിയില്ലേ അല്ലേ. അപ്പോൾ ഇവിടെയുള്ള ഈ നമ്പേഴ്സിനെ തിരിച്ച് ഈക്വൽ പാർട്ടിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇൻറ്റു 125 എന്തായി, ബൈ 125 ആവും, ബൈ 100 എന്താവും, ഇൻറ്റു 100 ആവും. അപ്പോൾ 100 മുകളിലേക്ക് പോകും. അപ്പോൾ 100/125 മുകളിലുള്ള 100 എന്താ, ഇൻറ്റു എന്താവും, ഈക്വൽ പാർട്ടിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ബൈ ആവും. അപ്പോൾ 100/125 നേരെ ഓപ്പോസിറ്റ് ഒരാളുടേത് അല്ലേ. അജയൻ്റെത് 125/100 ആണെങ്കിൽ അല്ലേ, നമുക്ക് സജയൻ്റെതാണ് കിട്ടേണ്ടത്. സജയൻ്റെത് എന്തായിരിക്കും, 100/125 ആയിരിക്കും. നേരെ തിരിച്ചിട്ട് എഴുതുക, 100/125 ആണ്. 100/125 ശതമാനം പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. പെർസെൻറ്റേജ് കാണാൻ എന്താണ്, ഇൻറ്റു 100. അപ്പോൾ 100/125 ഇൻറ്റു 100 കാണുക. നമുക്ക് 100നെ എന്താണ് 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണല്ലേ, 125 അല്ലേ. 0 ലാസ്റ്റ് 0 5 ഒക്കെ വരുന്ന നമ്പേഴ്സ് എല്ലാം 5ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ. 5ൻ്റെ ഗുണന പട്ടികയിലെല്ലാം നോക്കുക, 5 5 2 5 10 15 20 25 ലാസ്റ്റ് 0 5 ആണ് വരിക. അപ്പോൾ അതെല്ലാം 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ 5ൻ്റെ ഗുണിതങ്ങളാക്കി നമുക്ക് ഇതിനെ എഴുതാം. 100 എന്ന് പറഞ്ഞാൽ എത്ര 5 ആണ്, 20 5 ആണ് 100 എന്ന് പറയുന്നത് അല്ലേ. 5 × 20 ആണ് 100/25 എത്ര 5 ആണ്, 25 × 5 ആണ് 125. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 5 ക്യാൻസൽ ചെയ്യാം. ഇൻറ്റു 100 ഉണ്ട്, ഇൻറ്റു 100 ബാക്കി എന്തുണ്ടാവും, 100/25 എന്താണ് 4 ആണ് അല്ലേ. 100/25 4 ആണ്. അപ്പോൾ 20 × 4 എന്ന് വരും. 20 × 4 എന്താണ്, 4 2 8 0 80% 80% എന്ന് കിട്ടി. 5 നമുക്ക് ക്യാൻസൽ ചെയ്യാം
അല്ലേ? നമ്മൾ ഏതിൻ്റെ ഗുണനാണോ എടുക്കുന്നത് ആ ഗുണിതങ്ങൾ തന്നെ മുകളിലും താഴെ എടുക്കല്. 5ൻ്റെ മൾട്ടിപ്പിൾസ് ആക്കി എഴുതുക. അപ്പോൾ നമുക്ക് 5 ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് 100/25 എന്നാണ്. 100ൽ എത്ര 25 ഉണ്ട്? 4 തവണ അല്ലേ 25. 2 തവണ 25 എടുക്കുമ്പോൾ 50 കിട്ടും. 4 തവണ 25 കൂട്ടുമ്പോൾ 100 കിട്ടും. അപ്പോൾ 100ൽ എത്ര 25 ഉണ്ട്? 4 തവണയാണുള്ളത് അല്ലേ? അപ്പോൾ 20 × 4 എന്ന് വരും. 20 × 4 എത്രയാണ്? 80 ആണ്. അപ്പോൾ 80% ശതമാനം കാണാനാണ് നമ്മളിവിടെ × 100 ചെയ്തത്. എത്ര ശതമാനമാണ് എന്നാണ് ചോദിച്ചത് അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സിമ്പിളാണ് കാര്യം. നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നത്? അജയൻ്റെ സാലറിയാണ് തന്നത്. അതായത് 25% സജയനേക്കാൾ കൂടുതലാണ് എന്നാണ് പറഞ്ഞത് അല്ലേ? അതായത് 25% കൂടുതലാണെന്ന് പറഞ്ഞാൽ 100ൽ നിന്ന് 25 കൂട്ടിയാൽ 125% അല്ലേ? പെർസെൻ്റ് എല്ലാം നമ്മൾ 100 ആയിട്ടാണ് റിലേറ്റ് ചെയ്യല് അല്ലേ? 125% കൂടുതലാണ് തന്നിട്ടുണ്ട്. നമുക്ക് ആരുടേതാണ് കിട്ടേണ്ടത്? നേരെ ഓപ്പോസിറ്റ് സജയൻ്റെതാണ് കിട്ടേണ്ടത് അല്ലേ? ഇവിടെയുള്ള രണ്ടാമത്തെ ആളുടെ എത്ര കുറവാണ് എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ സജയൻ്റെത് കാണാൻ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക അല്ലേ? അജയൻ്റെത് എന്താണ്? 125/100 ആണ്. പെർസെൻറ്റേജ് കാണാൻ /100 അല്ലേ? 125/100 ആണ്. നമുക്ക് സജയൻ്റെ കിട്ടാൻ 100/125ൻ്റെ പെർസെൻറ്റേജ് കാണുക. അതായത് × 100 100/125ൻ്റെ × 100 ചെയ്താൽ നമുക്കത് കിട്ടി. നമ്മുടെ പെർസെൻറ്റ് ശതമാനം എന്നുള്ള ഈ ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. പാട്ടായിട്ട് ഓരോ പാർട്സും നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കിയാൽ ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നെക്സ്റ്റ് ചാപ്റ്റർ സ്കൂളിലെത്തിയോ? നെക്സ്റ്റ് ചാപ്റ്റർ വേഗം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.